ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിലും പരിസരത്തും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന പാറ്റകളെയും പല്ലികളെയും എലികളെയും ഒക്കെ തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട് മുഴുവൻ സുഗന്ധത്തോടെ ഇരിക്കാനും പറ്റിയ ടിപ്പും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള പാറ്റഗുളികകളൊക്കെ ഉണ്ടാവില്ലേ? ഈ പാറ്റഗുളിക വെച്ച് നമ്മുടെ വീടൊക്കെ എങ്ങനെ വൃത്തിയാക്കാമെന്നും വീട് മുഴുവൻ സുഗന്ധത്തോടെ ഇരിക്കാമെന്നും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പാറ്റഗുളിക ഉപയോഗിച്ച് പല്ലികളെയും എലികളെയും പാറ്റകളെയും പാമ്പുകളെയും ഉറുമ്പുകളെയും ഒക്കെ എങ്ങനെ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നുമൊക്കെ തുരത്തി ഓടിക്കാമെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ 2 പാറ്റഗുളികയാണ് എടുത്തിട്ടുള്ളത്. ഈ പാറ്റഗുളിക നമുക്ക് ഒരു പേപ്പറിൽ വെച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ പാറ്റഗുളിക നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാത്ത ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാഫ്തലീൻ ബോൾസും കംഫർട്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം നമുക്കിതിലേക്ക് 1 ലിറ്റർ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്കിനി എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഗ്യാസ് ടോപ്പിലും കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് തുടയ്ക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊന്നും നമുക്ക് പിന്നീട് കിച്ചണിൽ കാണാനേ പറ്റില്ല കേട്ടോ. രാത്രിയിൽ നമ്മൾ കിച്ചൺ സിങ്ക് ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന പല്ലി, ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ പിന്നീട് നമുക്ക് കാണാനേ പറ്റില്ല. വീടിന്റെ പരിസരത്ത് എലി, പെരുച്ചാഴി ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉറുമ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. കടുക് നമുക്ക് ഒരു ഇടികല്ലിലിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം. ചതച്ചെടുത്ത കടുക് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു പാറ്റ ഗുളിക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ പാറ്റ ഗുളിക പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡിഷ് വാഷ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വിനാഗിരി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിനി നമുക്ക് ഇതുപോലെയുള്ള പേപ്പറിന്റെ മുകളിലേക്ക് പരത്തി വെച്ചു കൊടുക്കാം. എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ ആകർഷിക്കാനായിട്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീടിനുള്ളിൽ എവിടെയൊക്കെയാണോ പല്ലികളുടെയും എലികളുടെയും ശല്യമുള്ളത് അവിടെയൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം. പാറ്റ ഗുളികയും വിനാഗിരിയും ഡിഷ് വാഷും ഒക്കെ ഉള്ളിലെത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക. വീടിനുള്ളിൽ നിന്നും ഇവയെല്ലാം ഓടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുക്കാം. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കടുക് ചതച്ചത് ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സൊല്യൂഷൻ ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കിച്ചൺ സിങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാൻ ഇത് നല്ലൊരു പോംവഴിയാണ്. അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ പ്രാണികള്, പല്ലി ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത്. ഗ്യാസ് ടോപ്പിലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക. അതുപോലെ തന്നെ പല്ലി, പാറ്റ, എലി ഇവയൊക്കെ വീട്ടിനുള്ളിലും പുറത്തുമൊക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടിയ നല്ല കുറച്ച് ടിപ്പുകളാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.